ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് എഴുന്നേറ്റേ. എല്ലാവരും എഴുന്നേറ്റ് കൈകൾ കൂപ്പിപ്പിടിച്ച് കണ്ണടച്ചൊന്ന് നിന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഇന്നേ ദിവസം അങ്ങേ മുന്നിൽ വന്നിരിക്കുന്ന കുഞ്ഞുമക്കളായ ഞങ്ങളെ അങ്ങേ വലത് കൈ നീട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുവാനുള്ള ഓർമ്മശക്തി ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. എല്ലാവരും ഇനി ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഉണ്ണീശോയുടെ ജനനത്തിനെ പറ്റിയാണ് പഠിച്ചത്. ഉണ്ണീശോ ജനിച്ചതെന്നാ മോനെന്ന് പറഞ്ഞേ? ഉണ്ണീശോ ജനിച്ചത് ഡിസംബർ 25-ന്. അന്നാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഈശോ എവിടെയാണ് ജനിച്ചത്? ബെത്ലഹേമിലെ പുൽക്കൂട്ടിലാണ് ജനിച്ചത്. ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ 6ാമത്തെ പാഠം ബാലനായ ഈശോ. ബാലനായ ഈശോ. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാലനായ ഈശോയെ പറ്റിയിട്ടാണ്. ബാലനായ ഈശോ എന്ന് പറയുമ്പോൾ മക്കളെക്കാളൊക്കെ കുറച്ചുകൂടി വലുത്, അതായത് നിങ്ങളുടെ ചേട്ടൻ്റെയും ചേച്ചിയുടെയൊക്കെ ഒരു പ്രായം. നമ്മുടെ ബാലനായ ഈശോ എവിടെയാണ് വളർന്നത്? ഒന്ന് ആലോചിച്ചേ. ആർക്കെങ്കിലും അറിയോ? മോനൊന്ന് പറഞ്ഞേ. ഗലീലയിലെ നസ്രത്തിലാണ് നമ്മുടെ ബാലനായ ഈശോ വളർന്നത്. നമ്മുടെ ഈശോയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അത് എല്ലാവർക്കും അറിയില്ലേ? നമ്മുടെ ഉണ്ണീശോ ജനിച്ചപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? അപ്പോൾ മക്കളൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മോൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പച്ചൻ, അമ്മച്ചി, ചേച്ചി, മോൻ. മോളുടെ വീട്ടിലോ? അപ്പൂപ്പൻ, അമ്മുമ്മ, അപ്പച്ചൻ, അമ്മച്ചി, ചേട്ടൻ. അപ്പോൾ അതുപോലെ ഈശോയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. ഈശോയുടെ വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, ബാലനായ ഈശോ. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ ടീച്ചർ. യേശുയുടെ വളർത്തുപിതാവിൻ്റെ പേരെന്താ? നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാ പള്ളിയിലും യേശുവിൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ രൂപം ഉണ്ടാവും. യേശുവിൻ്റെ അപ്പച്ചൻ ആരാ? യേശുവിൻ്റെ അപ്പച്ചനാണ് ഔസേപ്പിതാവ്. നമ്മുടെ പള്ളിയിലുണ്ട് ഔസേപ്പിതാവ്. അതുപോലെ തന്നെ യേശുയുടെ അമ്മച്ചിയുടെ പേരെന്താ? യേശുയുടെ അമ്മച്ചിയാണ് മറിയം. നമ്മൾ മാതാവെന്ന് സ്നേഹത്തോടെ വിളിക്കും. അപ്പം യേശുയുടെ അപ്പച്ചന് എന്തായിരുന്നു ജോലി? നമ്മുടെ സ്കൂളുകളിൽ നമ്മളിരിക്കുന്ന ഡെസ്കും ബെഞ്ചും ഒക്കെ പണിയുന്നത് ആരാ? അവരാണ് മരപ്പണിക്കാർ, കാർപ്പൻറ്റേഴ്സ് എന്ന് പറയും. നമ്മുടെ വീട്ടിലെ ഡോറും ജനലും ഒക്കെ അവരാ പണിയണേ. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, പേജ് നമ്പർ 34 നോക്കിക്കേ. അതിലെന്താ കാണുന്നേ? അതിൽ നമ്മൾ കാണുന്നത് ഔസേപ്പിതാവിനെയും ബാലനായ ഈശോയാണ്. ഔസേപ്പിതാവ് അവിടെ എന്താ ചെയ്യുന്നത്? ഔസേപ്പിതാവ് അവിടെ മരക്കഷ്ണങ്ങൾ വെച്ചിട്ട് ഓരോന്നുണ്ടാക്കുകയാണ്. നമ്മുടെ ബാലനായ ഈശോ അതിൻ്റെ സൈഡിൽ നിന്നിട്ട് ഔസേപ്പിതാവിനെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ അപ്പച്ചന്മാരെ സഹായിക്കുമോ? ഒന്ന് പറഞ്ഞേ, മോൻ സഹായിക്കുമോ? എന്തൊക്കെ ചെയ്ത് സഹായിക്കും? അപ്പച്ചൻ കടയിൽ പോകാൻ പറയുമ്പോൾ പോകും, മിടുക്കനാണല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാവരും സഹായിക്കണം. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മളുടെ അമ്മച്ചിമാരില്ലേ, അമ്മച്ചിമാർ എന്തൊക്കെ ജോലി ചെയ്യും? ഒന്ന് പറഞ്ഞേ മോള്. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും. നമുക്ക് നമ്മുടെ വീട്ടിൽ ഭക്ഷണം എല്ലാം പാകം ചെയ്ത് തരുന്നത് ആരാ? നമ്മുടെ അമ്മച്ചി. നമ്മൾ കുളിപ്പിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇടിക്കുന്നത് ആരാ? നമ്മളുടെ അമ്മച്ചി. അതുപോലെ നമ്മുടെ വീടും പരിസരവും ഒക്കെ ഭംഗിയായിട്ട് നോക്കുന്നത് ആരാ? അമ്മച്ചി. അപ്പം അതുപോലെ മാതാവിനെ വീട്ടിൽ ബാലനായ ഈശോ സഹായിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ബാലനായ ഈശോ എന്തൊക്കെ ചെയ്തിരുന്നു? ഔസേപ്പിതാവിനെ വീട്ടിൽ സഹായിച്ചു, മാതാവിനെ വീട്ടിൽ സഹായിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാലനായ ഈശോ ചെറുപ്പം തൊട്ടേ ബൈബിളൊക്കെ വായിക്കുമായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിൽ ബൈബിളില്ലേ? ആരൊക്കെ ബൈബിൾ വായിക്കും? മോള് വായിക്കോ? മിടുക്കി. നിങ്ങളെല്ലാവരും ബൈബിൾ വായിക്കോ? വീട്ടിൽ ആരാ ബൈബിൾ വായിക്കണേ? അമ്മച്ചിയല്ലേ ബൈബിൾ വായിക്കണേ? അപ്പോൾ ഇനി തൊട്ട് മക്കൾ എന്ത് ചെയ്യണം? അമ്മച്ചി ബൈബിൾ വായിക്കുമ്പോൾ അടുത്ത് പോരുന്ന് കേൾക്കണം. എന്നിട്ട് സംശയങ്ങളൊക്കെ ഉള്ളത് ചോദിക്കണം. നമ്മുടെ ഈശോ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ബൈബിൾ വചനങ്ങളൊക്കെ പഠിക്കുമായിരുന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ബൈബിൾ വചനം പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതെ, ആ മോള് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു വചനമെങ്കിലും പഠിച്ചിരിക്കണം. പിന്നെ നമ്മുടെ ഈശോ എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഈശോ ചുറ്റുമുള്ള കൂട്ടുകാരൊക്കെ ആയിട്ട് വഴക്കൊന്നും കൂടില്ലായിരുന്നു.
നിങ്ങളൊക്കെ അടുത്ത വീടുകളിൽ കളിക്കാൻ പോകുന്ന പിള്ളേരല്ലേ? അപ്പോൾ നിങ്ങളെല്ലാം അവിടെ പോയിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അവസാനം ദേഷ്യപ്പെട്ട് വീട്ടിൽ തിരിച്ചു വരൂലേ? ഇനി തൊട്ട് അങ്ങനെ ഒന്നും ചെയ്യരുത് മക്കള്. നമ്മുടെ ബാലനായ ഈശോ എല്ലാവരോടും സ്നേഹത്തിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അതുപോലെ ഇനി തൊട്ട് നമുക്കൊരു മിഠായിയൊക്കെ കിട്ടണേണേലും വീട്ടിൽ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെ നമ്മൾ നല്ല കുട്ടികളായിട്ട് വളരണം. പിന്നെ ബാലനായ ഈശോ വേറൊരു കാര്യം കൂടി ചെയ്യുമായിരുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെ, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമായിരുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പം ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? മോനൊന്ന് പറഞ്ഞേ. വീട്ടിൽ അപ്പച്ചന് ജോലി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. മിടുക്കൻ. മോളെന്താ പ്രാർത്ഥിക്കുന്നേ? എല്ലാം പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും തരാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. നമ്മുടെ ബാലനായ യേശു എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ ബാലനായ ഈശോ വളർന്നത് ഗലീലയിലെ നസ്രത്തിലാണ്. നമ്മുടെ ഈശോയുടെ മാതാപിതാക്കളാണ് യൗസേ പിതാവും മാതാവും. നമ്മുടെ ഈശോ വീട്ടിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു? നമ്മുടെ ഈശോ മാതാപിതാക്കളെ സഹായിക്കുമായിരുന്നു, അവരെ അനുസരിക്കുമായിരുന്നു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. ഇപ്പം നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞില്ലേ? നിങ്ങൾക്കൊക്കെ ബോറടിക്കുന്നുണ്ടോ? അതെ, ആ മോന് ബോറടിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കഥ കേൾക്കാം. എല്ലാവർക്കും ഇഷ്ടമല്ലേ കഥ കേൾക്കാൻ? ഇനി നമുക്ക് യേശുവിൻ്റെ ചെറുപ്പത്തിലൊരു കഥ പറയാം. യേശു പണ്ട് കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റു. നിങ്ങളെല്ലാം രാവിലെ എഴുന്നേറ്റിട്ട് കളിക്കാൻ പോകൂലേ? അമ്മമാർ പറഞ്ഞാലും അതനുസരിക്കാണ്ട് അമ്മേനോട് വഴക്കിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാണ്ട് എല്ലാവരും കളിക്കാൻ പോകും. അപ്പം അതുപോലെ ഒരു ദിവസം നമ്മുടെ ബാലനായ യേശു എഴുന്നേറ്റിട്ട് കളിക്കാൻ വേണ്ടി പോയി. അവർ കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കളിച്ചു. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ പറഞ്ഞ് അവർ തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ യേശു പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് അവരോടൊക്കെ വഴക്കിട്ടിട്ട് നിങ്ങൾ ചെയ്യണ പോലെ തന്നെ വീട്ടിലോട്ട് വന്ന് ദേഷ്യത്തിരിക്കണേ. അപ്പം നമ്മുടെ മാതാവ് വന്നിട്ട് യേശുവിനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അപ്പോൾ യേശു നമ്മളെല്ലാവരും ചെയ്യണ പോലെ തന്നെ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടിരുന്നു. അപ്പോൾ മാതാവിന് തോന്നി എന്തോ വഴക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ മാതാവ് യേശുവിനോട് കാര്യം ചോദിച്ചു. ആദ്യം യേശു ഒന്നും പറഞ്ഞില്ല. പിന്നെ യേശു പറഞ്ഞു, ഞാനവിടെ കളിച്ചോണ്ടിരുന്നപ്പോൾ ഞങ്ങൾ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മാതാവ് എന്ത് ചെയ്തു? മാതാവ് യേശുവിനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, മോനെ, നമ്മൾ ഇങ്ങനെയൊന്നും വഴക്കിടാൻ പാടില്ല. അവരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സായിട്ടൊക്കെ നമ്മൾ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആ വഴക്കൊക്കെ പറഞ്ഞു തീർക്കണം. അങ്ങനെ മാതാവ് എന്ത് ചെയ്തെന്നറിയോ? മാതാവ് നമ്മുടെ യേശുവായിട്ട് യേശുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് ചെന്നു. അപ്പോൾ അവരെല്ലാവരും അവിടെ ഉണ്ട്. എന്നിട്ട് മാതാവ് അവരെല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ആരും വഴക്കൊന്നും ഉണ്ടാക്കാണ്ട് നല്ല കുട്ടികളായിട്ടിരുന്ന് കളിക്കണമെന്ന്. അങ്ങനെ അവർ സോറിയൊക്കെ പറഞ്ഞ് പഴയ പോലെ ഫ്രണ്ട്സായി. പിന്നെ അവർ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് യേശു തിരിച്ച് വീട്ടിൽ വന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് യേശു ഓർത്തത്, കൂട്ടുകാരോട് വഴക്കിട്ടതിന് യേശു മാതാവിൻ്റെ അടുത്തും ദേഷ്യപ്പെട്ടായിരുന്നു. അപ്പോൾ യേശു ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, അമ്മ എന്ത് ചെയ്തിട്ടാണ് അമ്മയുടെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടത്? അപ്പോൾ യേശു എന്ത് ചെയ്തെന്നറിയോ? യേശു ചെന്നിട്ട് മാതാവിൻ്റെ അടുത്ത് സോറി പറഞ്ഞു. ഭക്ഷണം കഴിക്കാത്തതിനും അമ്മേനെ വിഷമിപ്പിച്ചതിനും ഒക്കെ സോറി പറഞ്ഞിട്ട് പിന്നെ തൊട്ട് മാതാവ് പറയണ എല്ലാം അനുസരിച്ച് നല്ല മിടുക്കനായിട്ടാണ് യേശു വളർന്നത്. അങ്ങനെ നമ്മുടെ കഥ കഴിഞ്ഞു. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മോളെന്ന് പറഞ്ഞേ. നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. മിടുക്കി. ആ മോള് പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ എന്തൊക്കെയുണ്ട് ഈ കഥയിൽ? നമ്മൾ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണം. ഇനി ഒരു പോയിന്റ് കൂടിയുണ്ട്. അതാര് പറയും? നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വഴക്കിട്ടാലും നമ്മൾ ചെയ്ത തെറ്റാന്ന് മനസ്സിലാവുമ്പോൾ അവരുടെ അടുത്ത് പോയി സോറിയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സായിട്ടിരിക്കണം. ഈ 3 ഗുണപാഠമാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ബാലനായ ഈശോ ചെയ്തതുപോലെ നമ്മളും അതുപോലെ നല്ല കുട്ടികളായിട്ട് വളരണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വീട്ടിൽ വഴക്ക് പിടിക്കാറുണ്ട്. ടീച്ചറിനറിയാം. നിങ്ങളെല്ലാവരും ഫ്രണ്ട്സായിട്ടൊക്കെ കളിക്കാൻ പോയിട്ട് തല്ലു പിടിച്ച് കരഞ്ഞ് ദേഷ്യപ്പെട്ടൊക്കെ തിരിച്ച് വീട്ടിൽ വരാറില്ലേ? പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ ചേട്ടനുണ്ട് ചേച്ചി ഉണ്ടെന്നൊക്കെ ആണെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കൂല, അവരുടെ കളിപ്പാട്ടമൊക്കെ വലിച്ചെടുക്കുക, അവർ പറയുന്ന അനുസരിക്കാതിരുന്നിട്ട് അവരുടെ ബുക്കിലൊക്കെ കുത്തി വരച്ചിടുക, അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ നിങ്ങൾ? അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മളൊക്കെ യേശുവിൻ്റെ കുഞ്ഞു മക്കളായിട്ട് വളരണം. അതെല്ലാം നമ്മൾ മൂത്തവരെ അനുസരിക്കണം. പിന്നെ നമ്മളുടെയൊക്കെ വീട്ടിൽ മിക്കവരുടെയും വീട്ടിൽ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടാവും.
അവരിപ്പോൾ ചിലപ്പോൾ നമ്മളോട് പറയും അതൊന്ന് എടുത്തു താ, ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാനൊക്കെ പറയും. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഫോണിൽ ഗെയിം കളിക്കണമായിരിക്കും. അപ്പം നിങ്ങൾ പറയും ഇല്ല എനിക്കൊന്നും എടുത്ത് തരാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞ് അവരെയൊക്കെ സങ്കടപ്പെടുത്തും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ ഇനി തൊട്ട് മക്കൾ അങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മുടെ മുതിർന്നവരെയും നമ്മുടെ അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയൊക്കെ ബഹുമാനിക്കണം. അവർ പറയണതൊക്കെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അതുപോലെ ഇനി നിങ്ങൾ നല്ല മിടുക്കന്മാരായിട്ട് ജീവിക്കുമെന്ന് ടീച്ചറിന് മനസ്സിലായി. ഇനി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റോ? നല്ലവനായ ഈശോയെ, നസ്രത്തിലെ കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെയും ആക്കി തീർക്കണമേ. എല്ലാവർക്കും മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞേ. നല്ലവനായ ഈശോയെ, നസ്രത്തിലെ കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെയും ആക്കി തീർക്കണമേ. നമുക്കിനി ഒപ്പം ചൊല്ലാം. എല്ലാവരും കൈകൂപ്പി പിടിച്ചേ. നല്ലവനായ ഈശോയെ, നസ്രത്തിലെ കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെയും ആക്കി തീർക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചാപ്റ്റർ പഠിച്ചു, ബാലനായ ഈശോൻ്റെ ഒരു കഥ പഠിച്ചു, ഒരു പ്രാർത്ഥന പഠിച്ചു. ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്യണ്ടേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ പ്രവർത്തനം ചെയ്യാൻ? നിങ്ങളെല്ലാവരും ഇപ്പോൾ വീട്ടിലിരുന്നാണ് കളിക്കണത്. നമ്മൾ ആരും ഇപ്പോൾ പുറത്തോട്ട് വിടൂല. ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യും? വീട്ടിലുള്ള കളിപ്പാട്ടങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്തിരുന്ന് കളിക്കും. കളി കഴിയുമ്പോഴത്തേക്കും അതെല്ലാം അവിടെ തന്നെ വലിച്ചു വാരി ഇട്ടിട്ട് എണീറ്റ് ഓടും. എന്നിട്ട് പിന്നെ ആരാ വന്നിട്ട് അതൊക്കെ അടുക്കി വെക്കണേ? ആരാ? നമ്മുടെയൊക്കെ അമ്മമാരാണ് വന്നിട്ട് അതൊക്കെ അടുക്കി പെറുക്കി വെക്കണത്. അപ്പം ഇന്ന് തൊട്ട് നിങ്ങളെല്ലാവരും കളിയൊക്കെ കഴിയാൻ നേരത്ത് ആ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് അടുക്കി പെറുക്കി വെച്ചിട്ട് എടുത്ത സ്ഥലത്ത് കൊണ്ട് തന്നെ വെക്കണം. പിന്നെ ഇന്ന് ടീച്ചർ പഠിപ്പിച്ച പ്രാർത്ഥനയില്ലേ, ആ പ്രാർത്ഥന നിങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങൾ ചൊല്ലണം. നിങ്ങൾ തന്നെ ചൊല്ലണം. അപ്പച്ചനോടും അമ്മച്ചീനോടും ഞാനൊരു പ്രാർത്ഥന ചൊല്ലാന്ന് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന ചൊല്ലണം. ഇനി മക്കളെല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. എഴുന്നേറ്റിട്ട് കൈകൾ കൂപ്പിപ്പിടിച്ച് കണ്ണടച്ചേ. സ്നേഹനിധിയായ ഈശോയെ, ഇന്നേ ദിവസം ഞങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനും നല്ല മാതാപിതാക്കളെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനും ബാലനായ ഈശോനെ പോലെ മിടുക്കരായി വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.